So, dear students, the next topic we have to discuss is what is internetworking. നിങ്ങൾ ഇൻ്റർനെറ്റ് എന്നുള്ള ടേം കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത് ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഒരു ലോകം മൊത്തവും സ്പാൻ ചെയ്ത് കിടക്കുന്ന അതുപോലെ തന്നെ പലതരം സേവനങ്ങൾ ഓഫർ ചെയ്യുന്ന ഒരു ലാർജ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ് ഇൻ്റർനെറ്റ് എന്നറിയാം. എന്നാൽ ഇൻ്റർനെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ്റർനെറ്റ് നമ്മൾ കേട്ടു. ഇൻ്റർനെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ടെർമിനോളജിയിൽ എന്താണ് അർത്ഥമാക്കുന്നത് അത് എക്സ്പ്ലെയിൻ ചെയ്യാം. When two or more computer networks or network segments are connected using an interconnecting device such as a hub or a router or a switch, we call it as computer internetworking. കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോളേജിൽ രണ്ട് ബ്ലോക്സ് ഉണ്ട്. ഒന്നാമത്തെ ബ്ലോക്കിൽ ഒരു 10 കമ്പ്യൂട്ടർ അടങ്ങുന്ന ഒരു നെറ്റ്വർക്ക്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ഉണ്ട്. രണ്ടാമത്തെ ബ്ലോക്കിൽ ഒരു 25 കമ്പ്യൂട്ടറുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ട്. ഇത് രണ്ട് ബ്ലോക്കിൽ, രണ്ട് ബിൽഡിങ്ങിൽ സെപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇവ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാം. ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നമ്മൾ പഠിക്കുന്നുണ്ട്. ആ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിവൈസ് ഒരു റൗട്ടറോ അല്ലെങ്കിൽ ഒരു സ്വിച്ചോ ഒക്കെ ആകാം. അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് കണക്ഷൻ റിക്വയർഡ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് സെഗ്മെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് കണക്റ്റിംഗ് ഡിവൈസിനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് നെറ്റ്വർക്ക് സെഗ്മെൻറ്റോ അല്ലെങ്കിൽ രണ്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകളോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സുകളോ ഒരു ഇൻ്റർകണക്റ്റിംഗ് ഡിവൈസ് ഉപയോഗിച്ച് കണക്ട് ചെയ്തുണ്ടാകുന്ന ഒരു ശൃംഖലയ്ക്കാണ് കമ്പ്യൂട്ടർ ഇൻ്റർനെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണം നിങ്ങൾ ഈ ഡയഗ്രത്തിൽ നോക്കുക. ഇവിടെ കാണിച്ചിരിക്കുന്നത് ലാൻസുകൾ അടങ്ങുന്ന ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ലാനിനെ സിംബോളിക്കായിട്ട് ഓവൽ ഷേപ്പിൽ വരച്ചിരിക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ താഴെയും മറ്റൊരു ലാൻ, റൈറ്റ് സൈഡിൽ 2 ലാൻ കാണിച്ചിരിക്കുന്നു, മിഡിലിൽ ഒരു വാനുണ്ട്. അങ്ങനെ ടോട്ടൽ 4 ലാൻസും ഒരു വാനും. ഇനി പ്രത്യേകത, ലെഫ്റ്റ് സൈഡിലുള്ള 2 ലാൻസ് റൈറ്റ് സൈഡിലുള്ള ലാനിലേക്ക് കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആകുന്നു എന്ന് കാണിച്ചിരിക്കുന്നു. 2 ലാൻസ് റൈറ്റിലും 2 ലാൻസ് ലെഫ്റ്റിലും. ഈ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന മിഡിലിൽ കിടക്കുന്ന വലിയ നെറ്റ്വർക്കിൻ്റെ സഹായത്തോടു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ അയക്കും. ഇനി ഇൻ്റർ കണക്റ്റിംഗ് ഡിവൈസ് ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്ന റോസ് കളറിൽ ഒരു ക്രോസ് ഇട്ട് കാണിച്ചിരിക്കുന്നതാണ് റൗട്ടേഴ്സ്. അവിടെ റൗട്ടേഴ്സ് ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2 ലാനും തമ്മിൽ കണക്ട് ചെയ്യുന്ന റൗട്ടറാണ്. ഈ റൗട്ടർ തന്നെയാണ് വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്കുള്ള കണക്ഷനും കൊടുക്കുന്നത്. ഇനി വൈഡ് ഏരിയ നെറ്റ്വർക്കിൽ നിന്ന് 2 കണക്ഷൻസ് ഉത്ഭവിക്കുന്നു. അത് റൗട്ടറിലേക്ക് ചെല്ലുന്നു. ഒന്നാമത്തെ റൗട്ടർ ലാനിലേക്ക് കണക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ റൗട്ടർ മറ്റൊരു ലാനിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി നമ്മളുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ സാധ്യമാണെങ്കിൽ ഈ ലാനിൽ ഒരു കമ്പ്യൂട്ടറിനെ കാണിക്കണം. അതുകൊണ്ടാണ് ലെഫ്റ്റ് ടോപ്പിലും റൈറ്റ് ബോട്ടവും ആയിട്ട് 2 കമ്പ്യൂട്ടറുകൾ എ എന്നും ഡി എന്നും കാണിച്ചിരിക്കുന്നത്. എ ഹോസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം, ഡി എയും ഹോസ്റ്റ് കമ്പ്യൂട്ടർ എന്ന് വിളിക്കാം. ഒരു ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി കമ്പ്യൂട്ടർ ഇൻ എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വിച്ച് ക്യാൻ ട്രാൻസ്മിറ്റ് ഓർ റിസീവ് ഡാറ്റ എന്നാണ്. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അംഗമായിട്ട് വരുന്ന ഒരു കമ്പ്യൂട്ടറിനെ വിളിക്കുന്ന പേരാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോഡ് എന്നും വിളിക്കും. ഓക്കെ, ഇവിടെ ഹോസ്റ്റ് എയും ഹോസ്റ്റ് ഡിയും നിങ്ങൾ കാണുക. ഹോസ്റ്റ് എയിൽ നിന്ന് ഹോസ്റ്റ് ഡിയിലേക്ക് ഡാറ്റ അയക്കണം. എങ്ങനെ അയക്കാൻ ഒക്കും? ഈ ഡയഗ്രം നോക്കിക്കഴിഞ്ഞാൽ ലാൻ വഴി ഈ റൗട്ടർ വഴി വാനിൽ കയറി, വാനിൽ നിന്ന് ഈ റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന മുകളിലും താഴെയും കാണിച്ചിരിക്കുന്ന 2 റൂട്ടുണ്ട്. അതിലെ താഴത്തെ റൂട്ട് വഴി എത്തിയാൽ മാത്രമേ ഡിയിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഹോസ്റ്റ് പാത്ത് സിംബോളിക്കായിട്ട് റോസ് കളറിൽ കാണിച്ചെങ്കിലും യഥാർത്ഥ പാത്ത് എന്ന് പറയുന്നത് ഈ ലാൻ വഴി, റൗട്ടർ വഴി, വാൻ വഴി, മറ്റ് റൗട്ടേഴ്സ് വഴി ആ ലാനിലെ ആ കമ്പ്യൂട്ടറിൽ, ഡി എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. ഇനി ഏത് ലെയറാണ് ഇതിന് റെസ്പോൺസിബിലിറ്റി നിർവഹിക്കുന്നത്? ഇങ്ങനെ ഡാറ്റയെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹോസ്റ്റിലെത്താൻ, ഹോസ്റ്റ് എയിൽ നിന്ന് ഹോസ്റ്റ് ഡിയിലേക്ക് ഡാറ്റ എങ്ങനെ എത്തും? The network layer is responsible for host-to-host delivery and for routing of packets through the routers or switches. ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന റൗട്ടറിലേക്ക് ഡാറ്റ എയിൽ നിന്ന് ലാൻ വഴി എത്തും. അവിടെ വെച്ചൊരു ഡിസിഷൻ എടുക്കണം ഏത് പാത്ത് വഴി മുന്നോട്ട് പോകണമെന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ റൗട്ടേഴ്സിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ it has to make decisions at its network layer. അതിൻ്റെ നെറ്റ്വർക്ക് ലെയർ ഡിസിഷൻ എടുക്കും ബെസ്റ്റ് റൂട്ട് ഏത് വഴി പോയാലും ഡിയിൽ എത്തുമെന്നുള്ളത്.
ആൻഡ് ദെയർ ആഫ്റ്റർ ഇറ്റ് റൗട്ട്സ് ദ പാക്കറ്റ്സ് ത്രൂ ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിനുശേഷം ഡിസിഷൻ എടുത്തിട്ട് ആ റൗട്ടർ ഒരു കറസ്പോണ്ടിങ് പാത്ത് വഴി ഡാറ്റ അയച്ച് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പിക്കുന്നു. അതിൻ്റെ നെറ്റ്വർക്ക് ലെയറിനാണ് ഈ റെസ്പോൺസിബിലിറ്റി. അത് സിംബോളിക്കായിട്ട് കാണിച്ചിരിക്കുകയാണ് ഈ ഡയഗ്രത്തിൽ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താഴെ നമ്മൾ നേരത്തെ കണ്ട നെറ്റ്വർക്കും മുകളിൽ സിംബോളിക്കായിട്ടുള്ള ആ ലെയേഴ്സുമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നിന്ന് ഡിയിലേക്കല്ലേ ഡാറ്റ അയക്കുന്നത്. അതുകൊണ്ട് മുകളിൽ ലെഫ്റ്റ് സൈഡിൽ നെറ്റ്വർക്ക് ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ എ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എയിലെ പ്രധാനപ്പെട്ട 3 ലെയറാണ് അവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് ഡാറ്റ ലിങ്ക് ലെയർ വഴി ഫിസിക്കൽ ലെയറിലെത്തി ഡാറ്റ സഞ്ചരിക്കണം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത് എ എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യം. ഇനി ഇത് എയിൽ നിന്ന് ഈ ഡാറ്റ ഈ കേബിൾ വഴി എവിടെ എത്തും? ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വഴി ഇത് S1 എന്ന് പറയുന്ന റൗട്ടറിൽ എത്തും. ആ S1 എന്ന് പറയുന്ന റൗട്ടറാണ് ക്രോസ് ഇട്ട് റോസി കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് ലെയേഴ്സാണ് നിങ്ങൾ കാണുന്നത്. ഫിസിക്കൽ, ഡാറ്റ ലിങ്ക്, നെറ്റ്വർക്ക് ലെയർ. ഞാൻ നേരത്തെ പറഞ്ഞു റൗട്ടിംഗ് ഡിസിഷൻ എടുക്കണമെങ്കിൽ മുകളിലത്തെ ലെയേഴ്സ് വേണ്ട, 3 ലെയേഴ്സ് മതി. അതുകൊണ്ടാണ് 3 എണ്ണം വരച്ചിരിക്കുന്നത്. അവിടെ വെച്ച് റൂട്ട് തീരുമാനിക്കപ്പെടുന്നു. ആ റൂട്ടിലൂടെ ഈ ഡാറ്റ ഹോസ്റ്റ് എയിൽ നിന്ന് സഞ്ചരിച്ച് പോകുന്നു. ഇത് അവസാനം എവിടെ എത്തിച്ചേരുന്നു? S3 എന്ന് പറയുന്ന മറ്റൊരു റൗട്ടറിൽ എത്തിച്ചേരണം. നിങ്ങൾ ഡയഗ്രം താഴെ നോക്കിയാൽ കാണാം. ഇത് S3യിൽ എത്തിക്കഴിഞ്ഞാൽ സെയിം രീതിയിലുള്ള ഡിസിഷൻ എടുക്കണം. ഈ എത്തിയിരിക്കുന്ന ഡാറ്റ പാക്കറ്റ് ആർക്കുള്ളതാണെന്ന് തിരിച്ചറിയണം. അതനുസരിച്ച് അത് ഡിയിലേക്കുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഡിയിലേക്ക് ഫോർവേഡ് ചെയ്യണം. ഡി അതെടുത്ത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഈ പറയുന്ന 7 ലെയർ ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ ഡിയിലേക്ക് എത്തിക്കും. ഇനി ആ പ്രോസസ്സിംഗ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് ലെയറിൽ കണ്ടില്ലേ, ഡാറ്റ ഫ്രം അനദർ പ്രോട്ടോകോൾ ഇൻ ദി അപ്പർ ലെയറിൽ, അതായത് നെറ്റ്വർക്ക് ലെയറിൻ്റെ മുകളിലുള്ള ട്രാൻസ്പോർട്ട് ലെയറിൽ നിന്ന് ഡാറ്റ വരികയാണ് മറ്റൊരു പ്രോട്ടോകോൾ അയക്കുന്നത്. അത് നെറ്റ്വർക്ക് ലെയറിലേക്ക് എത്തുന്നതാണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. അവിടെ പ്രോസസ്സ് ചെയ്യുന്ന റൗട്ടിംഗ് ടേബിളിൻ്റെ സഹായം എടുക്കും. കാരണം ഡിസിഷൻ എടുക്കണമല്ലോ. ഈ പറയുന്ന നെറ്റ്വർക്ക് ലെയറിലാണ് ഡിസിഷൻ എടുക്കേണ്ടത്. അഡ്രസ്സൊക്കെ പരിശോധിച്ചിട്ട് ഏത് റൂട്ട് വഴി പോകണമെന്നുള്ളത്. എന്നിട്ട് ഇതെന്ത് ചെയ്യും? നെറ്റ്വർക്ക് ലെയർ ആ IP പാക്കറ്റ് ആക്കി മാറ്റും. IP പാക്കറ്റ് എന്ന് പറഞ്ഞാൽ IP അഡ്രസ്സൂടെ ഫിറ്റ് ചെയ്ത് ഈ ഡാറ്റയെ അയക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന ആ ഡയഗ്രത്തിനകത്ത്, ആ പാക്കറ്റിനകത്ത് പാർട്സ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ IP പാക്കറ്റിന് ആഷ് കളറിൽ കാണിച്ചിരിക്കുന്ന IP അഡ്രസ്സാണ്. അങ്ങനെ ആ പാക്കറ്റ് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൊടുക്കും. ഡാറ്റ ലിങ്ക് ലെയർ ഫിസിക്കൽ ലെയർ വഴി ഇത് ഡെസ്റ്റിനേഷനിലേക്ക് അയക്കും. ഇത് ഡെസ്റ്റിനേഷനിലെത്തുമ്പോൾ ഡെസ്റ്റിനേഷനിലെ ഫിസിക്കൽ ലെയർ അത് സ്വീകരിച്ച് ഡാറ്റ ലിങ്ക് ലെയറിലേക്ക് കൊടുക്കും. ഡാറ്റ ലിങ്ക് ലെയർ എന്ത് ചെയ്യും? അത് നെറ്റ്വർക്ക് ലെയറിലേക്ക് പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞിട്ട് കൊടുക്കും. നെറ്റ്വർക്ക് ലെയറിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ പാക്കറ്റിനകത്ത് IP അഡ്രസ്സ് കാണും. ആ IP അഡ്രസ്സ് പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെക്ക് ചെയ്തിട്ട് അതിനുള്ളതാണോ എന്ന് പരിശോധിച്ച് കഴിഞ്ഞിട്ട് ഡാറ്റ ടു അനദർ, അതിൻ്റെ മുകളിലത്തെ ട്രാൻസ്പോർട്ട് ലെയറിൽ ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടി അയക്കും. ഇതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫ്രം ഡാറ്റ ലിങ്ക് ലെയർ ടു ഡാറ്റ ലിങ്ക് ലെയർ എന്നുള്ളത് കാണിച്ചിരിക്കുകയാണ്. ഫ്രം ഡാറ്റ ലിങ്ക് ലെയറിലാണെങ്കിലും ഈ IP പാക്കറ്റ് പ്രോസസ്സിങ്ങിന് റൗട്ടിംഗ് ടേബിളിൻ്റെ സഹായത്തോടു കൂടി ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ഇത് ഫിറ്റ് ചെയ്ത് അയക്കുന്നത്. IP പാക്കറ്റ് ആൻഡ് റൗട്ടിംഗ് ഇൻഫർമേഷനാണ് അഡീഷണൽ ആയിട്ട് ഈ പറയുന്ന നെറ്റ്വർക്ക് ലെയറിൽ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അതാണ് നിങ്ങൾ ഡയഗ്രത്തിൽ കാണുന്ന റോസ് കളറിൽ. ഇനി ഇൻ്റർനെറ്റ് ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഇൻ്റർനെറ്റ് ആൻഡ് ഇറ്റ്സ് നെറ്റ്വർക്ക് ലെയർ ഈസ് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്ക്. അതൊരു പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കാണ്. പാക്കറ്റ് സ്വിച്ചിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഐദർ ഇറ്റ് യൂസസ് ദ വിർച്വൽ സർക്യൂട്ട് അപ്രോച്ച് ഓർ ഡാറ്റാഗ്രാം അപ്രോച്ച്. 2 അപ്രോച്ചിലൂടെയാണ് പാക്കറ്റ് സ്വിച്ചിങ്ങിൽ ഡാറ്റ സ്വിച്ചിങ് നടക്കുന്നത്. വിർച്വൽ സർക്യൂട്ട് അപ്രോച്ചിലും ഡാറ്റാഗ്രാം അപ്രോച്ചിലും. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കണക്ഷൻലെസ് ആണ് ഈ പറയുന്ന ഇൻ്റർനെറ്റിനകത്ത് നടക്കുന്നത്. ഇനി ഇത് ചെയ്യാനായിട്ടുള്ള പ്രോട്ടോകോൾ ഏതാണെന്ന് ചോദിച്ചാൽ IPv4 ആണ്. ഈ പറയുന്ന അഡ്രസ്സ് ഫിറ്റ് ചെയ്ത് അയക്കാനായിട്ട് സഹായിക്കുന്ന പ്രോട്ടോകോള് IP വെർഷൻ 4 അഥവാ IPv4 എന്ന് പറയുന്ന ഒരു പ്രോട്ടോകോളാണ്. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഡെലിവറി മെക്കാനിസം യൂസ്ഡ് ബൈ ദ TCP/IP പ്രോട്ടോകോൾ. അപ്പോൾ TCP/IP പ്രോട്ടോകോളിനകത്ത് ഡെലിവറി ഓഫ് പാക്കറ്റ്സ് ഡീൽ ചെയ്യുന്നതാണ്. നെറ്റ്വർക്ക് ലെയറിൽ പാക്കറ്റ്സ്
ഫ്ലഷ് ചെയ്ത് അല്ലെങ്കിൽ താഴത്തെ ലെയറിലേക്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് അഡ്രസ്സൊക്കെ ഫിറ്റ് ചെയ്ത് അയക്കേണ്ടുന്ന ജോലിയുള്ള പ്രോട്ടോക്കോളാണ് IPv4. ഓക്കെ, ഇനി IPv4 എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ലെയർ ഞാൻ വരച്ചിരിക്കുന്നു, യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗത്താണ് നെറ്റ്വർക്ക് ലെയർ പിന്നെ IPv4 ഉള്ളത്. IPv4 ഉപയോഗിച്ചാണ് ഫർദർ ഇനി പ്രോസസ്സിങ് കമ്പ്യൂട്ടേഴ്സ് ചെയ്യുന്നത്. IPv4 ഈസ് ആൻ അൺറിലയബിൾ ആൻഡ് കണക്ഷൻലെസ് ഡാറ്റാഗ്രാം പ്രോട്ടോക്കോൾ. IPv4ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു കണക്ഷൻലെസ് ആണ്, അൺറിലയബിൾ ആണ്. ഒന്നും ഉറപ്പൊന്നുമില്ല ഡെസ്റ്റിനേഷനിൽ ഈ അയക്കുന്ന പാക്കറ്റ് എത്തിച്ചേരുമെന്നുള്ളത്. അപ്പോൾ അതൊന്നും അവിടെ എത്തിച്ചേരുമെന്നുള്ള ഗ്യാരണ്ടി ഒന്നും നിരന്തരം നോക്കിയിട്ടൊന്നുമല്ല. പാക്കറ്റിനെ സജ്ജീകരിച്ച് IP അഡ്രസ്സൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങ് അയച്ചു വിടുക. അതുകൊണ്ടാണ് കണക്ഷൻലെസ് എന്ന് പറയാൻ കാര്യം. അൺറിലയബിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ എവിടെങ്കിലും വെച്ച് ഈ ഡാറ്റ പാക്കറ്റ് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു അൺറിലയബിൾ കണക്ഷൻലെസ് ഡാറ്റാഗ്രാം പ്രോട്ടോക്കോളാണ് IPv4. ഇതാണ് IP അഡ്രസ്സ് ഫിറ്റ് ചെയ്ത് ഈ പാക്കറ്റിനെ ഡെസ്റ്റിനേഷനിലേക്ക് അയക്കുന്നത്. ഇനി വേറൊരു കാര്യം ഓർത്തിരിക്കേണ്ടത്, IPv4 പ്രൊവൈഡ്സ് നോ എറർ കൺട്രോൾ ആൻഡ് ഫ്ലോ കൺട്രോൾ. എറർ കൺട്രോളോ ഫ്ലോ കൺട്രോളോ ഒന്നും ഈ നെറ്റ്വർക്ക് ലെയറിലെ IPv4 ചെയ്യുന്നില്ല. ഇനി പാക്കറ്റ്സ് ഇൻ ദ IPv4 ലെയർ ഈസ് കോൾഡ് ഡാറ്റാഗ്രാംസ്. ഈ IP അഡ്രസ്സ് ഫിറ്റ് ചെയ്ത് ഉണ്ടാകുന്ന പിന്നെ ഒരു ഡാറ്റ പാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് പിന്നെ ഡാറ്റാഗ്രാംസ് എന്ന് പറയുന്നത്. ഈ ഡാറ്റാഗ്രാമാണ് താഴോട്ട് എന്നിട്ട് പിന്നെ നെറ്റ്വർക്ക് ലെയറിൽ നിന്ന് താഴോട്ട് എന്നിട്ട് എന്തായി മാറുന്നത്, ഡാറ്റ ലിങ്ക് ലെയറിൽ ഫ്രെയിമായി മാറുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാഗ്രാം എന്താണെന്ന് മനസ്സിലാക്കുക. നെറ്റ്വർക്ക് ലെയറിൽ ഉണ്ടാകുന്ന ഡാറ്റ യൂണിറ്റിനെയാണ് ഡാറ്റാഗ്രാം എന്ന് പറയുന്നത്. അതിനകത്ത് IP അഡ്രസ്സ് ഉണ്ടായിരിക്കും. ഇനി ഡാറ്റാഗ്രാം ക്യാൻ ട്രാവൽ ത്രൂ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്. പല നെറ്റ്വർക്ക് വഴി പല റൂട്ട് വഴി ഡാറ്റ പാക്കറ്റിന് സഞ്ചരിക്കാം. കാരണം കണക്ഷൻലെസ് ആണല്ലോ. ഇവിടുന്ന് അഡ്രസ്സും സെറ്റ് ചെയ്ത് അങ്ങ് വിടുകയാണ്. എങ്ങനെ ആയാലും അവസാനം ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരും എന്നുള്ള ഒരു നിഗമനത്തിൽ. ഈച്ച് റൗട്ടർ ഡീക്യാപ്സുലേറ്റ്സ് ദ IP ഡാറ്റാഗ്രാം ഫ്രം ദ ഫ്രെയിം ആൻഡ് ഇറ്റ് പ്രോസസ്സസ് ഇറ്റ് ആൻഡ് ദെൻ എൻക്യാപ്സുലേറ്റ് ഇറ്റ് ഇൻ ടു അനദർ ഫ്രെയിം. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൗട്ടർ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ IP ഡാറ്റാഗ്രാമിനെ എന്ത് ചെയ്യും, ഡീക്യാപ്സുലേറ്റ് ചെയ്യും. അതിൻ്റെ പൊതി അഴിച്ചിട്ട് ഈ പറയുന്ന അഡ്രസ്സ് പ്രോസസ്സ് ചെയ്ത് നോക്കും. അഡ്രസ്സ് പ്രോസസ്സ് ചെയ്തതിന് ശേഷമാണ് ഈ പറഞ്ഞ ഇത് മറ്റ് ഫർദർ എൻക്യാപ്സുലേഷൻ നടത്തി ഒരു ഫ്രെയിം ആക്കി മാറ്റുന്നത്. മറ്റ് എറർ കൺട്രോളും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഇനി ദ ഫോർമാറ്റ് ആൻഡ് സൈസ് ഓഫ് ദ റിസീവ്ഡ് ഫ്രെയിം ഡിപ്പെൻഡ്സ് ഓൺ ദ പ്രോട്ടോകോൾ യൂസ്ഡ് ബൈ ദ ഫിസിക്കൽ നെറ്റ്വർക്ക് ത്രൂ വിച്ച് ദ ഫ്രെയിം ഹാസ് ജസ്റ്റ് അറൈവ്ഡ്. അപ്പോൾ പിന്നെ ഫ്രാഗ്മെൻറ്റേഷൻ എന്നൊരു കോൺസെപ്റ്റാണ് ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ റിസീവ്ഡ് ഡാറ്റ ഫ്രെയിം ഒരു റിസീവറിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഫോർമാറ്റും സൈസും ഉണ്ടായിരിക്കുമെന്ന് നിങ്ങളോട് പറഞ്ഞു. ചുമ്മാതെ ഡാറ്റ പാക്കറ്റ് അയക്കാൻ ഒക്കത്തില്ല. ഡാറ്റ പാക്കറ്റ് അയക്കുമ്പോൾ അതൊരു ഫോർമാറ്റിലും അതിൻ്റേതായ സൈസിലും അയച്ചെങ്കിലേ ഡെസ്റ്റിനേഷൻ അത് എത്തിക്കാൻ ഒക്കും. അത് പ്രോപ്പറായിട്ട് പ്രോസസ്സ് ചെയ്ത് പിന്നെ ഹയർ ലെവലിലേക്ക് എത്തിക്കാൻ ഒക്കും. അപ്പോൾ പിന്നെ ഏത് ഫിസിക്കൽ നെറ്റ്വർക്ക് ആണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഡാറ്റ ലിങ്ക് ലെയർ എന്ത് സൈസിലെ പാക്കറ്റ് അയക്കാൻ ഒക്കുമെന്ന് തീരുമാനം എടുക്കുന്നത്. പിന്നെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇഫ് എ റൗട്ടർ കണക്ട്സ് ടു എ LAN and LAN to a WAN, it receives a frame in the LAN format and sends a frame in the WAN format. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂട്ടർ പിന്നെ ലാനിലേക്ക് കണക്ട് ചെയ്തിരിക്കുക. ആ റൗട്ടർ എന്തിനെ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാനിനെ മറ്റൊരു വാനിലേക്ക് കണക്ട് ചെയ്യാനായിട്ടാണ് റൗട്ടർ നടുക്കുന്നതേ ഉള്ളത്. നമ്മൾ കണ്ടല്ലോ നേരത്തെ ഫിഗറിൽ. അപ്പോൾ ഒരു പിന്നെ ലാനിൽ നിന്ന് വൈഡ് ഏരിയ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കേസാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത, ലാനിൽ നിന്ന് ഇത് റിസീവ് ചെയ്യുന്ന സമയത്ത്, ആ റൗട്ടർ റിസീവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ലാനിൻ്റെ ഫോർമാറ്റിലായിരിക്കും. നേരെ മറിച്ച് ഇത് വാനിലേക്ക് കയറിയാണ് ഇനി ഫർദറായിട്ട് പ്രൊസീഡ് ചെയ്യേണ്ടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ലാൻ ഫോർമാറ്റ് മാറ്റി വാൻ ഫോർമാറ്റിലേക്ക് മാറ്റും. ഇതാണ് ഫ്രാഗ്മെൻറ്റേഷൻ.